2 ദിവസം മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു കോക്കനട്ട് ലഡു ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ സിമ്പിൾ റെസിപ്പിയിൽ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ റേഷൻ കടയിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വീടുകളിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കടല. ഈ കടല വെച്ചുകൊണ്ട് അടിപൊളി ടേസ്റ്റ്, അതായത് നമ്മൾ ഒറിജിനലി വാങ്ങുന്ന ഈ പറഞ്ഞ ന്യൂട്രലയുടെ അതേ രീതിയിൽ ടേസ്റ്റോടുകൂടിയാണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത്. അതും വളരെ കുറച്ച് ടൈം മാത്രം മതി. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് കയറുന്നതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഇവിടെ എടുത്തേക്കുന്നത് നമ്മൾ റേഷൻ കടയിലെ കിറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കടല തന്നെയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു ബൗളിനകത്ത് ഒരു അരഭാഗത്തിന് താഴെയാണ് നമ്മൾ ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത്. ഇത് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. അതിൻ്റെ പുറത്ത് അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയെടുക്കുക. വെള്ളത്തിൽ കുതിർത്തിടേണ്ട ആവശ്യമില്ല, ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഫാനിൻ്റെ കീഴിലോ അല്ലെങ്കിൽ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കണം. അതായത് പൂർണ്ണമായിട്ടും വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ മറ്റെന്തെങ്കിലും കൊണ്ട് നിങ്ങളൊന്ന് ഒപ്പിയെടുത്ത് വെള്ളം തുടച്ചെടുത്താലും മതി. അതിനുശേഷം നല്ല അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ വാട്ടെവർ ഇറ്റ് ഈസ്, എന്തായാലും അടി കട്ടിയുള്ള സാധനമായിരിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമ്മുടെ ഈ കടല അതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കുക എന്ന് വെച്ചാൽ നല്ല രീതിയിൽ മൂപ്പിച്ച് ഒരു കയ്പ്പ് എത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരില്ല. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറി വരുന്ന രീതിയിലേക്ക് നമ്മളിങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ അറ്റമൊക്കെ ചെറുതായിട്ടൊന്ന് കറുത്ത് തുടങ്ങും. ഓവറായിട്ടല്ല, വളരെ മൈല്യൂട്ടായിട്ട്. എന്നിട്ട് ഇതിൻ്റെ തോടൊക്കെ ഒന്ന് പൊട്ടി വരും. അതാണ് നമ്മളുടെ പരുവം. ഈ പരുവം വരെ ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു കാരണവശാലും കരിയാൻ പാടില്ല. കരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ കംപ്ലീറ്റ്ലി മാറിപ്പോകും. അങ്ങനെ തന്നെ ഇത് ഏകദേശം നമ്മുടെ കടല ഒന്ന് നല്ല രീതിയിൽ നിന്ന് വറുത്ത് വന്നിട്ട് നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. ചെറിയ രീതിയിൽ തോടൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കളറിലൊക്കെ ഇങ്ങോട്ട് ഓരോ കടലിൽ ചെറിയൊരു ബ്ലാക്ക് സ്പോട്ട്, അതായത് ചെറിയ കരിവ് പിടിച്ച് തുടങ്ങുന്നതിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യഥാർത്ഥ പരുവം. അപ്പോൾ ഈ പരുവം എത്തുമ്പോഴത്തേക്ക് മുൻപേ പറഞ്ഞതിൻ്റെ കൂട്ട് തീ ഓഫ് ചെയ്യുക. ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇവനെ ചൂടാറാണ്ടൊരു പാത്രത്തിലേക്ക് പകർന്ന് മാറ്റി വെക്കുക. പൂർണ്ണമായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഇനി അടുത്ത് പൊടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പൊടിക്കുന്നതിന് മുന്നേ ഈ പുറത്ത് കാണുന്ന തോട് മാറ്റേണ്ടവർക്ക് വേണമെങ്കിൽ മാറ്റാം, മാറ്റിയില്ലേലും പ്രശ്നമില്ല. ചിലർ ചോദിക്കും പുറത്ത് തോട് മാറ്റിയില്ലേ കയ്പ്പ് വരാൻ സാധ്യതയില്ലേ, ടേസ്റ്റ് മാറാൻ സാധ്യതയില്ലേ. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൊളിച്ച് മാറ്റാം. പൊളിച്ച് മാറ്റിയില്ലെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നവും, നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. ഞാനിവിടെ പൊളിച്ച് മാറ്റാതെ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഇവനെ പൊടിച്ചെടുക്കേണ്ടത്. പൊടിച്ചെടുക്കാൻ നേരത്തെ നിങ്ങൾ ജാറിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നല്ല ഫൈൻ പൗഡറായിട്ടാണ് നമ്മൾ ഈ കടല പൊടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ജാറെന്ന് പറഞ്ഞാൽ നല്ല പൊടിക്കാൻ പറ്റുന്ന ജാറായിരിക്കണം. അല്ലാതെ നമ്മൾ ജ്യൂസറിന് വേണ്ടിയിട്ടോ മറ്റൊക്കെ ഉപയോഗിക്കുന്ന എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കടല വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമായ പഞ്ചസാര, മധുരത്തിന് വേണ്ടിയിട്ടുള്ളൊരു പഞ്ചസാര ഞാനൊരു 3 സ്പൂണാണ് തുടക്കത്തിന് ഇടുന്നത്. അതുകൂടി ഇടുമ്പോൾ നമുക്ക് പൊടിഞ്ഞ് വരുമ്പോൾ നല്ല രീതിയിൽ ഫൈൻ പൗഡറായിട്ട് കിട്ടും. കടല മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ പൗഡറിലായിട്ട് വരും. ആദ്യം തന്നെ ഞാൻ ഇതിനകത്ത് 1, 2, 3 എന്ന് പറഞ്ഞാൽ പൊടിക്കുന്നതിന് പകരം ഞാൻ പൾസിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് പൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോക്കനട്ട് ലഡു ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ പൾസിലേക്ക് ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 1, 2, 3 എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡിലേക്ക് മാറ്റി ഇടുമ്പോഴേക്കും നല്ല രീതിയിൽ സാധനം പൊടിഞ്ഞു വരും. ജാറിലേക്ക് ഇട്ട സമയത്ത് എത്ര കടല ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടത്. പൊടിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആ ഒരു മിക്സിൻ്റെ ആ ജാറിൻ്റെ കംപ്ലീറ്റ് ലെവലിൽ വരെ സാധനം നിറഞ്ഞെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പൊടിഞ്ഞ് വന്നൊക്കെ പൂർണ്ണമായിട്ട് ഒരു ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയും ഒച്ചുകൊണ്ടുന്ന പൊടിയാണ്ട്. അതിന് മുന്നേ നമുക്ക് ഇത്രയും സാധനം എന്തായാലും ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് കുറച്ചിനകത്തേക്കൊന്ന് മാറ്റുകയാണ്. പിന്നെ ഒരു പകുതി ഭാഗം നമ്മൾ ഇതാണ്ട് എടുത്തിട്ടുള്ളൂ, ബാക്കി കംപ്ലീറ്റ് നമ്മളങ്ങ് മാറ്റി. വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ എന്ന കാരണത്താലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ആ ഒരു ബൗളിനകത്ത് പകുതി താഴെ എടുത്തിട്ട് ഇത്രയും നമുക്ക് ക്വാണ്ടിറ്റി കിട്ടി. അപ്പോൾ വളരെ കുറച്ച് കടല ഉണ്ടെങ്കിൽ നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ മധുരം ഞാൻ നോക്കിയപ്പോഴത്തേക്കും മധുരം ഇച്ചിരൂടെ വേണം. അങ്ങനെ ഞാൻ വീണ്ടും പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ മിക്സിയിൽ പൊടിക്കുന്നു. ഇപ്പോൾ അത്യാവശ്യം ഫൈൻ പൗഡറായി, ഒന്നുകൂടെ ഫൈൻ പൗഡറാവുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് ഇപ്പോൾ കൊക്ക പൗഡർ ആഡ് ചെയ്യണം. കൊക്ക പൗഡർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറച്ച് ആഡ് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം 2 സ്പൂണേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓവറായിട്ട് നമ്മൾ കൊക്ക പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് എടുത്ത് നിൽക്കും. നല്ല ചവർപ്പ്, നമുക്കൊരു കയ്പ്പ് പോലെ ചവർപ്പ് എടുത്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് കൊക്ക പൗഡർ ആഡ് ചെയ്യുന്നവർ പിന്നെ രണ്ടാമത് വേണമെങ്കിൽ ആഡ് ചെയ്താലും വേണ്ടിയില്ല, തുടക്കത്തിൽ ഓവറായിട്ട് കോരി ഇടല്. ശരിക്കും ഇപ്പോൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ അതേ കളറാണ്. ഇപ്പോൾ ലൈറ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ കറക്റ്റ് കളർ തന്നെ ഇത് പൊടിഞ്ഞ് വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇവനെ ഒന്നുകൂടെ നമുക്ക് സ്പൂൺ വെച്ചൊക്കെ, അതായത് ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ആയിരിക്കണം, വെള്ളത്തിന് അംശം ഉണ്ടാകാൻ പാടില്ല, എടുത്ത് പറയുകയാണ്. ഒന്നുകൂടെ ഇളക്കി വിട്ടിട്ട് നമുക്ക് വീണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാനില എസൻസ് ആണ്. വളരെ കുറച്ച് സ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടലയുടെ കുത്തലോ ആ കവർപ്പോ ഒന്നും നമ്മുടെ ഈ ന്യൂട്ടലിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ആഡ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും നമ്മളെന്താ മിക്സി ജാറിൽ അടിക്കുക. നമ്മുടെ വാനില എസൻസും കൂടെ ചേർത്ത് അടിച്ചതിന് ശേഷം എന്താ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്ന, കോക്കനട്ട് ഓയിൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് വെച്ചാൽ പേസ്റ്റ് പരുവത്തിലേക്ക് കൊണ്ടുവരാനാണ്. അപ്പോൾ മൊത്തത്തിൽ കോരി നമ്മൾ ആദ്യമേ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള കൺസിസ്റ്റൻസിയിൽ കുറേശ്ശെയായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. 1, 2, 3, 4 തവണ ആയാലും യാതൊരു പ്രശ്നമില്ല. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് അടിച്ചെടുക്കുകയാണ്. വീണ്ടും ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ചായിട്ട്. അങ്ങനെ ഫൈനലി ഇതേ ഈ കണ്ടില്ലേ, ഈ രീതിയിൽ അടിപൊളി പേസ്റ്റ് പരുവത്തിൽ നമ്മൾ ന്യൂട്ടല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും, നല്ല അതേപോലത്തെ കളറും അതേപോലത്തെ രുചി തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ഇപ്പം പീനട്ടിൻ്റെ നമ്മുടെ ന്യൂട്ടലയാണെങ്കിൽ പീനട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ കടല വെച്ചുണ്ടായിട്ട് കടല ടേസ്റ്റ് വരത്തില്ല, പീനട്ടിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഇതിന് കിട്ടത്തില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ കാണുന്ന കൺസിസ്റ്റൻസി കണ്ടില്ലേ, കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ സ്പൂണിലെടുത്ത് പിടിക്കുന്ന സമയത്ത് താഴേക്കൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കെന്താ ഈ ഒരു പരുവാകുമ്പോഴേ നമ്മുടെ ബ്രെഡിനകത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് അതിൽ തേച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് വരത്തില്ല, ഒന്ന് ഓവർ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നിട്ട് ഇവനെ ഒരു ബൗളിലേക്കോ ഒരു പാത്രത്തിലേക്കോ വാട്ടർ ടീസ് നിങ്ങൾക്ക് ഏതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ നമുക്ക് 2 ആഴ്ചത്തോളം വരെ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഒരു 10 മിനിറ്റോളം നിങ്ങൾ ഈ ന്യൂട്ടല ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ബ്രെഡിനകത്തോ ബന്നിനകത്തോ ഒക്കെ ഇതേപോലെ ന്യൂട്ടല തേച്ച് പിടിപ്പിച്ച് നോക്കൂ. വളരെ ടേസ്റ്റ് കൂടിയ ഒരു സാധനമാണ്. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഈ ബ്രെഡ് ഇപ്പം പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൽ നേരിട്ട് തണുപ്പോടുകൂടി പെട്ടെന്ന് എടുത്ത് കേട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, തണുപ്പാറുന്നതിന് മുന്നേ. അതുകൊണ്ടാട്ടോ അത് പൊടിയുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവമാണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റംസൊക്കെ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ എങ്ങനെ ഉണ്ടാക്കിയത്. വളരെ സിമ്പിളാണ്. നമുക്കാണെങ്കിൽ പീനട്ട് ന്യൂട്രില അങ്ങനെ കുറേ ന്യൂട്രിലാസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പീനട്ട് ആണെങ്കിൽ പീനട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും, കടലയുണ്ട് കടലയുടെ ടേസ്റ്റ് ആവുമെന്നല്ല. അപ്പോൾ പീനട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾ കണക്ക് കൂട്ടി വെക്കില്ല. അതെല്ലാം നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ ഇടുമ്പോൾ കൊക്കോ പൗഡർ അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓവറായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൊക്കോ പൗഡറിൻ്റെ ചേവ എടുത്ത് നിൽക്കും. ആദ്യം ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പണി കിട്ടിയോണ്ടാണ് രണ്ടാമത് കറക്റ്റ് ഞാനത് ബാലൻസ് ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ തരത്തിലുള്ള വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ചെയ്തോളൂ. ഒപ്പം താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം vblog4u.